ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങളുടെ മെറ്റീരിയലിലെ 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ നന്നായി ഒന്നുകൂടി വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറയുകയാണ്, ശ്രദ്ധിച്ചോളൂ. ഒരു സോണോമീറ്റർ വയർ എന്ത് ചെയ്യുന്നു? ഒരു ഗിവൺ ട്യൂണിംഗ് ഫോർക്കുമായി റെസൊണൻസിലാണ് എന്നാണ് പറയുന്നത്. അതായത് എന്താണ്? ഈ സ്റ്റാൻഡിംഗ് വേവുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ നോക്കിക്കേ, ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയും അതുപോലെ റെസൊണൻസ് ഫ്രീക്വൻസിയും അല്ലെങ്കിൽ ഈ സോണോമീറ്റർ വയറിന്റെ ഫ്രീക്വൻസിയും തുല്യമാണ് എന്നാണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ആ സ്റ്റാൻഡിംഗ് വേവുകളുടെ പ്രത്യേകത എന്താണ്? 5 ആന്റി നോഡുകൾ ഉണ്ട്. 2 ബ്രിഡ്ജുകൾക്കിടയിലായി 5 ആന്റി നോഡുകൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സോണോമീറ്റർ എക്സ്പെരിമെന്റ് നിങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും, കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ നോക്കൂ, 2 ബ്രിഡ്ജുകളുണ്ട്. 2 ബ്രിഡ്ജുകൾ ഇതിനിടയ്ക്ക് വയറുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ സ്റ്റാൻഡിംഗ് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 5 ആന്റി നോഡുകളാണ്. നോക്കൂ, ഇത് 2 നോഡുകളാണ്. നോക്കൂ, 5 ആന്റി നോഡുകളുണ്ട്. 2, 3, 4, 5 ഇത് നീളം നിങ്ങൾ അസ്യൂം ചെയ്തോളൂ. 5 ആന്റി നോഡുകൾ ഉണ്ട്. 5 ആന്റി നോഡുകൾ ഉണ്ട്. ഓക്കെ, 2 ബ്രിഡ്ജുകൾക്കിടയിൽ. അപ്പൊ നോക്കൂ, എപ്പോഴാണ് 9 കിലോഗ്രാം മാസ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് അതിന്റെ തിയറി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് സോണോമീറ്റർ എന്നുള്ള എക്സ്പെരിമെന്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ തിയറിയിൽ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേൾക്കുക. അപ്പൊ നോക്കുക, അതായത് 9 കിലോഗ്രാം മാസ് സസ്പെൻഡ് ചെയ്യുമ്പോൾ, വയറിൽ സസ്പെൻഡ് ചെയ്യുമ്പോൾ നോക്കൂ, 5 ആന്റി നോഡുകൾക്ക് എന്താണ് ഈ ബ്രിഡ്ജുകൾക്കിടയിൽ 5 ആന്റി നോഡുകൾ ഉള്ള രീതിയിലാണ് സ്റ്റാൻഡിംഗ് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ ട്യൂണിംഗ് ഫോർക്ക് അല്ലെങ്കിൽ സോണോമീറ്റർ എന്തുമായി റെസൊണൻസിലാണ്? നിങ്ങൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്? ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയും സോണോമീറ്ററിന്റെ ഫ്രീക്വൻസിയും എന്താണ്? തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഇനി കണ്ടീഷൻ തീർന്നിട്ടില്ല. വെൻ ദ മാസ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ മാസ് ക്യാപിറ്റൽ എം, ഈ മാസിനെ റീപ്ലേസ് ചെയ്ത് നിങ്ങൾ ഒരു ക്യാപിറ്റൽ എം മാസ് എന്ത് ചെയ്തിരിക്കുകയാണ്? പ്ലേസ് ചെയ്യുമ്പോൾ നോക്കൂ, ഈ വയർ ഇതേ ട്യൂണിംഗ് ഫോർക്കുമായി റെസൊണൻസിലാകും. പക്ഷേ അവിടെയുള്ള പ്രത്യേകത എന്താണ്? 3 ആന്റി നോഡുകളെ ഉണ്ടാവുകയുള്ളൂ. ആദ്യം എത്രയായിരുന്നു? 9 കിലോഗ്രാം മാസ് സസ്പെൻഡ് ചെയ്തപ്പോൾ 5 ആന്റി നോഡുകളുള്ള സ്റ്റാൻഡിംഗ് വേവാണ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് എം എന്നുള്ളൊരു മാസ് നിങ്ങൾ കൊടുക്കുമ്പോൾ എത്ര? 3 ആന്റി നോഡുകളാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, 3 ആന്റി നോഡുകളാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഇനി തീർന്നിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ രണ്ടാമതിട്ട ആ മാസ് എം എത്രയാണ് എന്നാണ്. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ന്യൂവിന്റെ ഫോർമുല എന്താണ് ഇവിടെ? n ബൈ, അതായത് പീത്ത് ഹാർമോണിക്, എന്ത് ഹാർമോണിക് ആണെങ്കിൽ n/2l × √T/μ ആണ്. ഇത് ഫോർമുല സെയിം ആണ് കേട്ടോ എല്ലായിടത്തും. സോണോമീറ്റർ വയറിന്റെ n/2l × √T/μ. അത് നോക്കൂ, n/2l ഈ ടെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, നിങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്ത മാസ് എത്രയാണോ അതേ ഇൻറ്റു ഗ്രാവിറ്റി mg, അതാണ് ടെൻഷന്റെ യൂണിറ്റ്. ടെൻഷന്റെ എന്താണ് വാല്യൂ? mg ഡിവൈഡഡ് ബൈ μ. ഓക്കെ, ഇത് ജനറൽ മാസ് ആണ് കേട്ടോ, ജനറൽ ഫോർമുലയാണിത്. ഇനി ഫസ്റ്റ് കേസ് നോക്കിക്കേ. ഫസ്റ്റ് കേസിൽ n1 ഡിവൈഡഡ് ബൈ 2l. നോക്കൂ, എത്ര ആന്റി നോഡുകൾ എന്നാ പറഞ്ഞിരിക്കുന്നത്? 5 ആന്റി നോഡുകളാണ്. അപ്പൊ n1 എന്ന് പറഞ്ഞാൽ ആന്റി നോഡുകളുടെ എണ്ണം എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സംശയമില്ല. അപ്പൊ നോക്കൂ, ഡിവൈഡഡ് ബൈ 2l ഇൻറ്റു ഡിവൈഡഡ് ബൈ 2l ഇൻറ്റു നോക്കൂ, ഡിവൈഡഡ് ബൈ 2l ഇൻറ്റു എം എത്രയാണ് നമ്മളിവിടെ സസ്പെൻഡ് ചെയ്തത്? 9 ആണ്. 9 ഇൻറ്റു g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ μ. അടുത്തത് μ2 നോക്കിക്കേ. μ2 രണ്ടാമത്തെ കേസിൽ ഇതേ ട്യൂണിംഗ് ഫോർക്കുമായല്ലേ റെസൊണൻസിലാകുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ μ2 ഈസ് ഈക്വൽ ടു n2/2l ഇൻറ്റു നോക്കൂ, ഇവിടെ പ്ലേസ് ചെയ്തത് എത്രയാണ്? m മാസ് ആണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു g ഡിവൈഡഡ് ബൈ μ. n2 നമ്പർ ഓഫ് ആന്റി നോട്ട്സ്. ഓക്കെ, പീത്ത് ഹാർമോണിക് നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചൂടെ? നമ്പർ ഓഫ് ആന്റി നോട്ട്സ് ആണ് എന്ത് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കൂ, റെസൊണേറ്റ്സ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്യൂണിംഗ് ഫോർക്കുമായി റെസൊണേറ്റ് ചെയ്യുന്നത് 2 കേസിലും സെയിം ഫ്രീക്വൻസിയാണ്. അപ്പൊ μ1 = μ2 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നോക്കിയോ, കറസ്പോണ്ടിങ് ഇക്വേഷൻസ് നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ നോക്കൂ, ക്യാൻസൽ ചെയ്ത് കളയേണ്ടതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? n1 × √9 = n2 × √m. ഓക്കെ, എന്ന് വെച്ചാൽ n1 ന്റെ സ്ഥാനത്ത് 5 ആന്റി നോഡുകളാണ്. 5 × √m. 9 = 3 × √m. സ്ക്വയർ ചെയ്യുന്നു. 5 ഇൻറ്റു ഇത് 3 ആവുന്നു. 3 ഇൻറ്റു നോക്കൂ, ഇതിന്റെ
സ്ക്വയർ എത്രയാണ്, സോറി ഇതിന്റെ സ്ക്വയർ ചെയ്യേണ്ട, √9 3 തന്നെയാണ് കേട്ടോ, സ്ക്വയർ ചെയ്യേണ്ട, √9 3 തന്നെയാണ്. അങ്ങനെ 5 × 5 × 3 = 3 × √m. അപ്പോൾ √m എന്ത് കിട്ടും, ഇവിടെ നിന്ന് ഒരു 3 ക്യാൻസൽ ചെയ്ത് 5 എന്ന് കിട്ടും. അപ്പോൾ m എത്രയാണ്, ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടും, 5ന്റെ സ്ക്വയർ 25 കിലോഗ്രാം ആണ്. ഓപ്ഷൻ എ ആണ് 92. ക്വസ്റ്റ്യൻ നമ്പർ 92 വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോണോമീറ്ററിന്റെ ബേസിക് തിയറി കൂടി നിങ്ങൾ ഒന്ന് വായിച്ചോളുക. ഓക്കെ, നമുക്ക് സമയപരിമിതി ഉണ്ട്. ഇപ്പോൾ തന്നെ 5 മിനിറ്റിലേക്ക് ദൈർഘ്യം 5 മിനിറ്റിനേക്കാൾ കൂടുതലാണ് വീഡിയോയുടെ ലെങ്ത്. അപ്പൊ എന്താണ്, സൈസ് കൂടുതലായി പോകുന്നതുകൊണ്ടാണ് വളരെ സ്പീഡിൽ നമ്മൾ പറയുന്നത്. ഒന്നുകൂടി എന്ത് ചെയ്യുക, കൃത്യമായി ഈ പ്രോബ്ലം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഒന്ന് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 93 ആണ്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചിട്ട് വരാവുന്നതാണ്. ഓക്കെ, നോക്കൂ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു സോണോമീറ്റർ വയർ AB ആണ്, അതിന്റെ ലെങ്ത് 110 സെന്റിമീറ്റർ ആണ്. അപ്പൊ നോക്കിയേ, ഈ ബ്രിഡ്ജുകൾ എവിടെ പ്ലേസ് ചെയ്യണമെന്നാണ്. വേർ ഷുഡ് ദ ടു ബ്രിഡ്ജസ് ബി പ്ലേസ്ഡ് ഫ്രം A ടു ഡിവൈഡ് ദി ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ഇൻ ദ റേഷ്യോ 1:2:3. അപ്പൊ നോക്കി, രണ്ട് ബ്രിഡ്ജുകൾക്കിടയിലല്ലേ വയർ വയ്ക്കുന്നത്, എയും ബിയും. അപ്പൊ നോക്കിക്കേ, ഈ സോണോമീറ്ററിന്റെ നീളം അല്ലെങ്കിൽ വയറിന്റെ നീളം എത്ര, 110 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഈ ബ്രിഡ്ജുകൾ എവിടെയെല്ലാം പ്ലേസ് ചെയ്യണം, എങ്ങനെ, എന്തിനങ്ങനെ പ്ലേസ് ചെയ്യണം, ഫണ്ടമെന്റൽ ഫ്രീക്വൻസികളുടെ റേഷ്യോ എത്രയാണ്, 1:2:3 എന്നുള്ള രീതിയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എയും ബി എന്നുള്ള ബ്രിഡ്ജുകൾ എവിടെയെല്ലാം പ്ലേസ് ചെയ്യണം. അതായത് ഈ പോയിന്റിൽ നിന്നും എ എവിടെ പ്ലേസ് ചെയ്യണം, ഈ പോയിന്റിൽ നിന്നും ബി എവിടെ പ്ലേസ് ചെയ്യണം. നോക്കിയേ, അതായത് ഇത് ഒറിജിനാക്കി എടുത്താൽ എ എവിടെ പ്ലേസ് ചെയ്യണം, അതുപോലെ ബി എവിടെ പ്ലേസ് ചെയ്യണം എന്നാണ്. ഇനി നോക്കിക്കേ, നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസികളുടെ റേഷ്യോ എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്, 𝜈1:2:3, അതായത് 1:2:3. നിങ്ങൾക്കറിയാം ന്യൂവിന്റെ ഫോർമുല എന്താണ്, ബേസിക് ഫോർമുല അല്ലെങ്കിൽ P/2L × √T/μ എന്നല്ലേ ആണ്. എന്ന് വെച്ചാൽ ന്യൂ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, എല്ലിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. ഓക്കെ, നോക്കൂ, എല്ലിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ 𝜈1 കറസ്പോണ്ടിങ് ആയി നമുക്ക് എങ്ങനെ എഴുതാം, 1/L1 എന്ന് എഴുതാം. ഇവിടെ 1/L2 ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. 1/L3 = 1:2:3. ഇതിന് നോക്കിക്കേ, L1:L2:3 എന്നെങ്ങനെ എഴുതാം, ഇതിന്റെ കറസ്പോണ്ടിങ് റെസിപ്രോക്കൽ എടുത്താൽ മതി, 1:1/2:1/3. ഓക്കെ, ഇനി നോക്കൂ, ഈ 3 നീളങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഫണ്ടമെന്റൽ ഫ്രീക്വൻസികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ആണ്. അപ്പൊ നോക്കിക്കേ, ആ ലെങ്തുകളുടെ സം എത്രയാണ്, ടോട്ടൽ ലെങ്ത് ആണ് 110 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. L1 + L2 + L3 = 110 സെന്റിമീറ്റർ. ഓക്കെ, ഇനി L1:L2:L3 1:1/2:1/3 ആണ്. അതായത് ഇതിനെ നിങ്ങൾ ഫ്രാക്ഷണൽ രീതിയിൽ നിന്നും എങ്ങനെയാക്കുക, നമ്പറുകളാക്കുക. എങ്ങനെയാക്കും നോക്കൂ, ഇതിന്റെ LCM എടുക്കുക. ഈ 3 നമ്പറിന്റെ, അതായത് ഡിനോമിനേറ്ററുകളുടെ LCM എത്ര കിട്ടും, 6 എന്ന് കിട്ടും. ആ 6 കൊണ്ട് നിങ്ങൾ ഈ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 × 1 എത്ര, 6. 6 × 1/2 3. 6 × 1/3 എത്ര, 2. അപ്പൊ L1:L2:L3 നമ്പറുകളുടെ രീതിയിൽ എങ്ങനെ കിട്ടും, 6:3:2 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, അതിനർത്ഥം എന്താണ്, ഇതിന്റെ ഈ ടോട്ടൽ എത്രയാണ്, 6 3 9 2 11. അപ്പൊ നോക്കിക്കേ, ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്തിന്റെ 11ൽ 6 ഭാഗവും L1 ആണ്. അതുപോലെ ടോട്ടൽ ലെങ്തിന്റെ നോക്കൂ 11ൽ 3 ഭാഗവും L2 ആണ്. അതുപോലെ ടോട്ടൽ ലെങ്തിന്റെ 11ൽ എത്ര ഭാഗമാണ്, L3 2 ഭാഗം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ, L1 = എത്ര, 6/11 × ടോട്ടൽ ലെങ്ത് 110 ആണ്. അപ്പൊ 6/11 × 110 എത്ര, 11 ക്യാൻസൽ ചെയ്ത് 60 സെന്റിമീറ്റർ. L2 എത്രയാണ്, 3/11 × L. അപ്പൊ 3/11 × 110 30 കിട്ടും. സോറി, 11 × എത്ര, 10 കിട്ടും. 3 × 10 30. നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. L3 എന്ന് പറഞ്ഞാൽ അതുപോലെ 2/11 × L ചെയ്യുമ്പോൾ 110 സെന്റിമീറ്റർ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 20 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ നോക്കിക്കേ, L1 എന്നാൽ ഈ ഒറിജിനിൽ നിന്നും A പ്ലേസ് ചെയ്തതാണ് L1. ഇനി നോക്കിക്കേ, L2 എന്താണ്, എയിൽ നിന്നും B വരെയുള്ള ദൂരമാണ് L2. ഓക്കെ, L2 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, L1ഉം L2 അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എവിടെ നിന്നാണ്, അതായത് ഒറിജിനിൽ നിന്നും A പ്ലേസ് ചെയ്ത ദൂരം എവിടെ, ഒറിജിനിൽ നിന്നും B പ്ലേസ് ചെയ്ത ദൂരം എവിടെ. ഓക്കെ, നമ്മളിപ്പോ കണ്ടുപിടിച്ച എന്താണ്, ഈ വലിയ 110 സെന്റിമീറ്റർ നീളമുള്ള
ഈ വയറിനെ 3 ഭാഗങ്ങളാക്കി നമ്മൾ മാറ്റുന്നു. ഓരോന്നിന്റെയും നീളമാണ് കണ്ടുപിടിച്ചത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എ എവിടെ പ്ലേസ് ചെയ്യുന്നു, ബി എവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഒറിജിനിൽ നിന്നും എ എവിടെയാ പ്ലേസ് ചെയ്തത്? 60 സെന്റിമീറ്റർ. ഇനി ഒറിജിനിൽ നിന്നും ബി എവിടെയാ പ്ലേസ് ചെയ്തത്? 60 സെന്റിമീറ്റർ പ്ലസ് 30 സെന്റിമീറ്റർ ഈ ദൂരത്തിലല്ലേ. അപ്പൊ 60 പ്ലസ് 30 90 സെന്റിമീറ്റർ. അപ്പോൾ 60 സെന്റിമീറ്റർ ആൻഡ് 90 സെന്റിമീറ്റർ ആണ് ആൻസർ. എത്രയാണ്? നിങ്ങളുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി വെക്കുക. 93ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തതായി നിങ്ങളുടെ മെറ്റീരിയലിലെ 99ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പിയാനോ വയർ, അതിന്റെ ഡയമീറ്റർ, അതായത് ഡയമീറ്റർ 0.90 മില്ലിമീറ്റർ ആണ്. അതിനെ മാറ്റിക്കൊണ്ട് അതേ മെറ്റീരിയലുള്ള പക്ഷെ ഡയമീറ്റർ 0.93 ഉള്ള 0.93 മില്ലിമീറ്റർ ഉള്ള ഒരു വയർ നമ്മൾ സ്ഥാപിക്കുന്നു. അതായത് ആദ്യമേ ഉണ്ടായിരുന്ന 0.90 മില്ലിമീറ്റർ ആയിരുന്നു, ഇപ്പൊ മാറ്റി 0.93 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു വയർ ആക്കുന്നു. ഓക്കെ, 2 വയറുകളുടെയും ടെൻഷൻ സെയിം ആയിരുന്നു എങ്കിൽ ഫൈൻഡ് ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ദ ഫണ്ടമെന്റൽ ടോൺ. അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഏതൊക്കെ? അതായത് ഡയമീറ്റർ മാറുമ്പോൾ ഡയമീറ്റർ 0.90 ആകുമ്പോഴുള്ള ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, ഡയമീറ്റർ 0.93 വെച്ചിട്ടുള്ള ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, പെർസെന്റേജ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കറിയാം ഫ്രീക്വൻസിയുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഫോർമുല എത്രയാണ്? 1/2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. 1 എന്തുകൊണ്ടാണ്? n = 1 അല്ലെങ്കിൽ p = 1 ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. പക്ഷേ തന്നിരിക്കുന്ന പാരാമീറ്റർ ഏതാണ്? ഡയാമീറ്റർ ആണ്. അപ്പൊ അതിന്റെ രീതിയിൽ നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് മാറ്റണം. ഡയമീറ്ററിന്റെയും ഡെൻസിറ്റിയുടെയും, ഡയമീറ്ററും ഡെൻസിറ്റിയുമാണ് കേട്ടോ, ഡയമീറ്ററും ഡെൻസിറ്റിയുമാണ് തന്നിരിക്കുന്ന പാരാമീറ്റർ. അപ്പോൾ അതിന്റെ ബേസിസിൽ, അതിന്റെ രീതിയിൽ നമ്മൾക്ക് ഈ ഇക്വേഷനെ ഒന്ന് മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഈ മ്യൂ എന്നാൽ എന്താണ്? മ്യൂ മാസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ. അപ്പൊ m/l ആണ്. ഇനി മാസ് നിങ്ങൾക്കറിയാം എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയം എന്താണ്? ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ. r റേഡിയസ് ആണെങ്കിൽ πr² ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ഇൻറ്റു നോക്കൂ, ഇത് ഡയമീറ്റർ അല്ലെ, ഡെൻസിറ്റി ആണ് കേട്ടോ. അപ്പൊ മാസ് ആയി ഡിവൈഡഡ് ബൈ ലെങ്ത്. ഇത് നമ്മൾ മുമ്പ് ഒരു പ്രോബ്ലത്തിൽ ചെയ്തതാണ്. എൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് πr² എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് റേഡിയസ് അല്ലേ. അപ്പൊ ആറിന് പകരം നമുക്ക് ഡയമീറ്റർ ബൈ 2 എന്ന് എഴുതാം. ഡയമീറ്ററിന്റെ പകുതിയല്ലേ റേഡിയസ്. അപ്പൊ π ഇൻറ്റു d/2² ഇൻറ്റു d ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ ഇത് സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? π ഇൻറ്റു d²/4 ഇൻറ്റു d എന്ന് കിട്ടും. ഈ ക്യാപിറ്റൽ ഡി ഡയമീറ്ററും സ്മോൾ ഡി ഡെൻസിറ്റിയുമാണ്, തിരിഞ്ഞു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രീക്വൻസിയുടെ ഫോർമുലയെ മാറ്റാം. 1/2l ഇൻറ്റു റൂട്ട് ഓഫ് ടി ബൈ πr² പകരം നോക്കിക്കേ πd² ഇൻറ്റു d. സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നോക്കൂ, അപ്പോ ഇതിന്ന് d²/4 റൂട്ടിന് വെളിയിലാകുമ്പോൾ എന്താകും? d/2 ആകും. സംശയമില്ലല്ലോ. അപ്പൊ 1/2l ഇൻറ്റു d/2. അപ്പൊ 2 ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി ആരുണ്ട്? റൂട്ടിനകത്ത് t/πd. അപ്പൊ നോക്കിക്കേ, ന്യൂ ഇസ് ഈക്വൽ ടു 1/dl ഇൻറ്റു റൂട്ട് ഓഫ് t/πd. നോക്കിക്കേ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ന്യൂ എന്നത് നോക്കൂ, ഡയമീറ്ററിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, എന്തുകൊണ്ട് ഡയമീറ്റർ എടുത്തു? കാര്യം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ന്യൂമറിക്കലുകൾ ഡയമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ന്യൂ ഇപ്പോഴുള്ളത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? d'/d ആണോ? അല്ല, റെസിപ്രോക്കൽ ആയതുകൊണ്ട് d/d', ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? d എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 99ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന 0.90 ഒറിജിനൽ, അതിനെ റീപ്ലേസ് ചെയ്ത് 0.93 ആയി. അപ്പൊ നോക്കൂ, അപ്പൊ ഒറിജിനൽ 0.90 ഡിവൈഡഡ് ബൈ എത്ര? റീപ്ലേസ് ചെയ്ത് മാറ്റിയതിന്റെ ഡയമീറ്റർ 0.93. അപ്പൊ ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് 30/31 റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എങ്ങനെയാണ്? എന്താണ്? ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100. ഓക്കെ, മനസ്സിലാകുന്നു. അതായത് ഇപ്പോഴുള്ളത് മൈനസ് ഒറിജിനൽ, അതല്ലേ ചേഞ്ച്, ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100 എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു -1 കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? മൊത്തത്തിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ കിട്ടുന്ന എന്താണ്? ന്യൂ ഡാഷ് മൈനസ്, നോക്കൂ, ഇത് അങ്ങോട്ട് കയറുമ്പോൾ മൈനസ് ന്യൂ ഡിവൈഡഡ് ബൈ ന്യൂ, നമ്മുടെ ഫോർമുല തന്നെ ആകുന്നു. ഓക്കെ,
ഇത് നമ്മൾ ഇത് വളരെ എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ന്യൂ ഡാഷ് ബൈ ന്യൂ മൈനസ് 1 ഇൻറ്റു 100 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പെർസെന്റേജ് ഇൻക്രീസ് ഫ്രീക്വൻസി അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ന്യൂ ഡാഷ് ബൈ ന്യൂ എത്രയാണ്? 30/31 മൈനസ് 1 ഇൻറ്റു 100. അപ്പൊ നോക്കൂ, 30 മൈനസ് 31 ഡിവൈഡഡ് ബൈ 31 ഇൻറ്റു 100 മൈനസ് 1 ആണ് കേട്ടോ ഇത് മൈനസ്. അപ്പൊ മൈനസ് 100/31 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? -3.2% എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ 99ാമത്തെ ക്വസ്റ്റ്യൻ. വളരെ മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങളുടെ മെറ്റീരിയലിലെ 102ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഫിഗർ വെച്ച് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറയുകയാണ്. നോക്കൂ, ഈ പുള്ളികൾക്കിടയിലുള്ള ഈ വയറിന്റെ ലെങ്ത് എന്നാൽ 1.5 മീറ്റർ ആണ്. അതുപോലെ ഈ വയറിന്റെ മാസ് എത്രയാണ്? 12 ഗ്രാം ആണ്, 12 ഗ്രാം ആണ്. ഓക്കെ, നോക്കൂ, ഈ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വെയിറ്റുകളുടെ ഓരോ വെയിറ്റിന്റെയും ക്വാണ്ടിറ്റി എത്രയാണ്? 9 കിലോഗ്രാം ആണ്. ഓരോ വെയിറ്റിന്റെയും മാഗ്നിറ്റ്യൂഡ് 9 കിലോഗ്രാം ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു ഫ്രീക്വൻസി ആണ്. എങ്ങനെ ഈ വയറ് 2 ലൂപ്പുകളിൽ വൈബ്രേറ്റ് ചെയ്യണം. ഈ വയർ എന്ത് ചെയ്യണം? വൈബ്രേറ്റ് ചെയ്യണം, സ്റ്റാൻഡിംഗ് വേവ് പ്രൊഡ്യൂസ് ചെയ്യണം. 2 ലൂപ്പുകൾ ഉണ്ടാകണം. അതുപോലെ എന്താണ് ഈ പുള്ളികൾക്കിടയിലുള്ള വയറിന്റെ മിഡിൽ പോയിന്റ് റെസ്റ്റിലുമായിരിക്കണം. അതായത് നോക്കൂ, ഇങ്ങനെ 2 ലൂപ്പുകൾ ഉണ്ടാകണം. മിഡിൽ പാർട്ട് എന്ത് ചെയ്യണം? റെസ്റ്റിലും ആയിരിക്കണം. സിമ്പിൾ അല്ലേ? കണ്ടുപിടിക്കാം. നോക്കൂ, അപ്പൊ ന്യൂ ഈസ് ഈക്വൽ ടു ഫണ്ടമെന്റൽ ഫോർമുല ഇതാണ്, n/2l × √(t/μ). n എത്രയാണ്? നമ്പർ ഓഫ് ലൂപ്സ് അല്ലെങ്കിൽ സെഗ്മെന്റ്സ്. p+1 നോട്ട്സ്, p ആന്റി നോട്ട്സ്, നമ്പർ ഓഫ് ആന്റി നോട്ട്സ് അല്ലെങ്കിൽ എത്രയാണ്? നമ്പർ ഓഫ് നോട്ട്സ് -1. അതാണ് ഈ n എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. n എന്താണ്? ഈ ഫോർമുലയിൽ n എന്താണ്? നമ്പർ ഓഫ് ലൂപ്സ് ഓർ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ എത്രയാണ്? നോഡുകളുടെ എണ്ണമല്ല, ആന്റി നോഡുകളുടെ എണ്ണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആന്റി നോഡുകളുടെ എണ്ണത്തിനോട് 1 കൂട്ടിയാലേ നോഡുകളുടെ എണ്ണം കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ള പാരാമീറ്ററുകൾ ഓരോന്നായി കണ്ടുപിടിക്കാം. മ്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ? മാസ് പെർ ലെങ്ത് അല്ലേ? മാസ് ബൈ ലെങ്ത്. മാസ് എത്രയാണ്? ഈ വയറിന്റെ മാസ് 12 ഗ്രാം ആണ്, കിലോഗ്രാമിലേക്ക് ആക്കുന്നു. ഡിവൈഡഡ് ബൈ ലെങ്ത് എത്ര? 1.5 മീറ്റർ. അപ്പൊ എത്ര കിട്ടും നിങ്ങൾക്ക്? 8 × 10⁻³ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ടെൻഷൻ കണ്ടുപിടിക്കാം. ടെൻഷൻ കണ്ടുപിടിക്കാനല്ലേ ഈ വെയിറ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? വെയിറ്റ് ഈ വയറിലെ ടെൻഷൻ എത്രയാണ്? 9 കിലോഗ്രാം × mg ആണ് ഈ വെയിറ്റ് വയറിലെ ടെൻഷൻ. നിങ്ങൾക്ക് അറിയുള്ളതാണ്. ഓക്കെ, അതായത് ടെൻഷന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? mg, അതായത് ഇങ്ങോട്ട് താഴേക്ക് mgയുടെ അതേ മാഗ്നിറ്റ്യൂഡാണ് ഈ ടെൻഷൻ. അപ്പൊ എത്രയാണ്? T ടെൻഷൻ ഇസ് ഈക്വൽ ടു 9 × g. 9 ഗ്രാം അല്ല, 9 × g ആണ്. അപ്പൊ 9 × g 10 ആയിട്ട് എടുത്താൽ 9 × 10. ഓക്കെ, എല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ന്യൂ ഇട്ട് കൊടുത്താൽ പോലെ ന്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 ലൂപ്പുകളിൽ എന്ത് ചെയ്യണം? വൈബ്രേറ്റ് ചെയ്യണമെന്നല്ലേ? അപ്പൊ എന്നിന് പകരം എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. ബാക്കി എല്ലാം കിട്ടിക്കഴിഞ്ഞു. 2 × ലെങ്ത്, 2 × വയറിന്റെ ലെങ്ത് ഇൻറ്റു റൂട്ട് ഓഫ് എത്രയാണ്? ടി എത്ര കിട്ടി? 9 × 10 ഡിവൈഡഡ് ബൈ നോക്കൂ, മ്യൂ എത്ര കിട്ടി? മ്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? 8 × 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. 70.71 ഹെർട്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് 102ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ 107ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 107. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാവുന്നതാണ്. ഓക്കെ, നോക്കൂ, ക്വസ്റ്റ്യൻ എന്താണ്? P1 എന്നുള്ള ഓർഗൻ പൈപ്പ്, അതിന്റെ പ്രത്യേകത അത് ഒരറ്റത്ത് ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് അറ്റ് 1 end. ഓക്കെ, അത് അതിന്റെ ഫസ്റ്റ് ഹാർമോണിക്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ മറ്റൊരു പൈപ്പ് ഉണ്ട്, പൈപ്പ് P2, അത് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് ആണ്. ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്, മറ്റത് ക്ലോസ്ഡ് അറ്റ് 1 end. നോക്കൂ, അത് അതിന്റെ തേർഡ് ഹാർമോണിക്കിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. തേർഡ് ഹാർമോണിക്. നോക്കൂ, ഈ 2 ഫ്രീക്വൻസികളും റെസൊണൻസിലാണ് ഒരേ ട്യൂണിംഗ് ഫോർക്കുമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും തുല്യമാണ്. അപ്പൊ നോക്കൂ, അവയുടെ ലെങ്തുകൾ തമ്മിലുള്ള റേഷ്യോയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് പൈപ്പ് 1ന്റെ കേസിൽ നോക്കിക്കേ, ന്യൂ പൈപ്പ് 1, അതായത് അതിന്റെ ഫസ്റ്റ് ഹാർമോണിക്കിന്റെ ഫ്രീക്വൻസി ഹാർമോണിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അതിന്റെ പ്രത്യേകത ക്ലോസ്ഡ് അറ്റ് 1 end. നോക്കൂ, അതിന്റെ ഫോർമുല എന്താണ്? V/4L1 ആണ്. അതിന്റെ ലെങ്ത് L1 ആയിട്ട് എടുത്താൽ V/4L1 ആണ്. ഓക്കെ, V/4L1 ആണ്. V രണ്ടിടത്തും സെയിം ആണ്. കാര്യം എന്താണ്? സൗണ്ട് അല്ലേ? ഓക്കെ, റെസൊണൻസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പൈപ്പിന്റെ പ്രത്യേകത അത് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് ആണ്. അതിന്റെ ഫോർമുല 3V/2 × L2. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് L1 ഈസ് ടു L2 അല്ലേ? അപ്പൊ നോക്കൂ,
ഈ എന്താണ് ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തുല്യമാണെന്നാണ്, റെസൊണൻസിലാണ്. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം V/4L1 = 3V/2L2. ഈ ഫോർമുല നിങ്ങൾക്ക് PDF ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ, പോസ് ചെയ്തിട്ട് പോയിട്ട്. അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യുമ്പോൾ 12L1 = 2L2 എന്ന് കിട്ടും. നിങ്ങൾ ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ L1/L2 എത്ര? 1/6. അല്ലെങ്കിൽ L1:L2 എത്രയാണ്? 1:6 1/6. ഓപ്ഷൻ എത്രയാണ്? 1/6 ആണ്. എത്രയാണ്? 107. ഓപ്ഷൻ എ ആണ്. 107ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്.